ഇതിൻ്റെ ഏട്ടൻ്റെ മോളാണ് ചീരിട്ട്. വിഷുണ്ടോ? നല്ല വിഷുണ്ടോ? ചിറ്റട്ടെ ചിറ്റ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും, നല്ല മധുരമുള്ള സാധനമായതുകൊണ്ട്. അതാണ് ഞാൻ ഇവളെ കുട്ടിയത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പം ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ ഒരു 4 മണി പലഹാരമാണ്. നല്ല മധുരമുള്ളൊരു 4 മണി പലഹാരം. എത്രയും പെട്ടെന്നായിട്ട് നമുക്ക് തയ്യാറായിട്ട് ആക്കിയെടുക്കാനും പറ്റും. അത്രയും സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. ബ്രെഡും മുട്ടയും തേങ്ങയും പഞ്ചസാരയും, ഈ സാധനങ്ങൾ മാത്രം മതി ഇതിക്ക്. അപ്പം നമ്മളെ വീഡിയോ ഒന്ന് സ്പോൺസർ ചെയ്തത് എക്സേ കളക്ഷൻസ് കീഴ്ശ്ശേരിയാണ്. നമുക്ക് വേഗം തന്നെ അത് ഉണ്ടാക്കൽ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ബ്രെഡ്. നമുക്ക് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ടേ, ഇത് ഞാൻ 2 കൂട് ബ്രെഡാണ്. ഈ 2 കൂട് ബ്രെഡ് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചതാട്ടോ. ഇതേപോലെ മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി, വേഗം പൊടിഞ്ഞിട്ടും. അപ്പോൾ ഈ 2 കൂട് ബ്രെഡിക്ക് 1.5 മുറി തേങ്ങയാണ്. 1.5 മുറിയല്ല, 1.5 തേങ്ങ. ഒരു തേങ്ങയും പിന്നെ ഒരു തേങ്ങേൻ്റെ പകുതിയും അതും ഇട്ടെടുക്കുക. പിന്നെ 6 മുട്ടയാണ് എടുത്തത്. അപ്പോൾ 6 മുട്ടയും നമ്മൾ അതിൽ പൊട്ടിച്ചൊഴിച്ചെടുക്കുക. ഇത് ഞാൻ ഏലക്കായ പൊടിച്ചതാണ്. പഞ്ചസാരയും കൂട്ടി പൊടിച്ചാൽ വേഗം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഏലക്കായ എടുത്ത് പൊടിച്ചാൽ മതി. അത് മുഴുവനും ഇതിക്ക് ചേർത്തു. ഇനി മധുരം ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. ഇപ്പോൾ ഞാൻ 500 പഞ്ചസാരയാണ് എടുത്തത്. ഇനി മധുരം നോക്കിയിട്ട് ചേർക്കാം, കാരണം നല്ല മധുരമുള്ള കടിയല്ലേ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. മധുരം നല്ല കൂടുതൽ വേണവർക്ക് കുറച്ച് തോനെ പഞ്ചസാര കേട്ടോ. എനിക്ക് മധുരം നല്ല ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ നല്ലോണം മധുരം ഇടുന്നുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചിട്ടോ, ഈ കുഴച്ചേന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടുക. നല്ല സുഖമുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതിലിങ്ങനെ വയ്ക്കുക. ഈ വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ വെച്ചെടുക്കുക. ഇതാണ് നമ്മളെ ഉണ്ണിമധുരം. ഇതിൻ്റെ പേരാണ് ഉണ്ണിമധുരം. അങ്ങനെ ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ ഉണ്ണിമധുരം എന്ന്. അപ്പം നമ്മളെ ഉണ്ണിമധുരത്തിന് ഞാൻ ഉരുട്ടിയാണ്ട് ഒരു നല്ലൊരു ഷേപ്പൊക്കെ ആക്കി വെച്ചിന്. ഇതാ ഒരു ഉണ്ണിയപ്പം പോലത്തെ ഷേപ്പാക്കി വെച്ചിന്. നമുക്ക് നമ്മൾ അടുപ്പൊക്കെ റെഡിയാണ്. നമുക്ക് നാലിത് ഇനി പൊരിച്ചെടുക്കുക. വെളിച്ചെണ്ണ വെച്ചാണ്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ നമ്മൾ കത്തിച്ചിന്. നമുക്ക് നമ്മളെ ചട്ടി വെച്ചെടുക്കുക. അപ്പോൾ നല്ലോണം ചട്ടി ചൂടായിന്. നമുക്ക് നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എൻ്റെ കൈ കൊള്ളുണ്ടേ. ഞാൻ 500 വെളിച്ചെണ്ണ എടുത്തത്. 500 വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിന്. നമുക്കിങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ തീ നല്ലോണം കത്തണുണ്ട്. ഇതിനെങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലോണം വേവിച്ചെടുക്കുക. നല്ലോണം നല്ലൊരു കറുപ്പ് കളറിന് ആയിക്കോട്ടെ. ഇതുവരെ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കാം നമ്മൾ. ഇത് നല്ലോണം വെന്തുണ്ട്. നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഇങ്ങനെ ഇട്ടെടുക്കാം കേട്ടോ. നമ്മളെ ഉണ്ണിമധുരം ഫസ്റ്റ് ട്രിപ്പ് റെഡിയായി. പിന്നെ നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഏലക്കായൻ്റെയൊക്കെ മണങ്ങനെ വരുന്നുണ്ട്. ഇത് ഇവിടെ അതിനെ കൊണ്ടേ നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കല്ലേ, അപ്പോൾ ഇത് നല്ലോണം തീ കത്തുണ്ട്. അപ്പോൾ നല്ലോണം ചിലത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കണ്ടില്ലേ പൊട്ടുണ്ട്. ഇങ്ങനെ പൊട്ടും ചെയ്യരുത്. ഗ്യാസുമേലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ചുണ്ടാക്കുക. അപ്പോൾ തീ ഇപ്പോൾ നല്ലോണം കത്തുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചിലതൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ടേ. അപ്പം നമ്മളെ ഉണ്ണിമധുരം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റണം. ഞാനൊരു കാര്യം പറയാൻ മറന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് പറയണമെന്ന് വിചാരിച്ചായിരുന്നു. നമ്മളെ ഈ മൈക്കേൻ്റെ കാര്യമാണ്. നമ്മൾ സബ്സ്ക്രൈബർ തന്നതാണ് ചന്ദ്രേട്ടൻ. അപ്പോൾ ചന്ദ്രേട്ടൻ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് ഇനി നമ്മളെ ഈ ഉണ്ണിമധുരത്തിന് അങ്ങനെ വെക്കുകയാണ് ഞാൻ പാത്രത്തേക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിമധുരമാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഏറി വന്നാൽ ഒരു 10 മിനിറ്റ് അത് മതി. അപ്പം നമ്മളെ ഈ ഉണ്ണിമധുരത്തിനൊന്ന് തിന്നോക്കെ കേട്ടോ.
വാവ്. മധുരമൊക്കെ നല്ല പാകമാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, അടിപൊളി. നമുക്കേ മനൂലൊന്നും കൊടുക്കുക. നന്നാ എന്ത് ഏലക്കായൻ്റെ ഒക്കെ അല്ലേ? അപ്പം എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആരും ഇടങ്ങേറാവണ്ട, ബേജാറാവണ്ട, എല്ലാവരും വെച്ചോളി, തിന്നോളി.